ബാക്ക് ഭാഗം നമ്മൾ ലൈനിങ് വെച്ച് അതായത് നമ്മൾ ഷോൾഡർ ടൈപ്പ് കാണാത്ത വിധത്തിലാക്കാൻ പോകണം. ഷോൾഡർ ടൈപ്പ് കാണാത്ത വിധത്തിലാക്കണമെങ്കിൽ നല്ല വശം കൂട്ടി വയ്ക്കണം അല്ലേ? അത് വെച്ചോ. ഇതിന്റെ നല്ല വശം എന്ന് പറയുന്നത് ഫ്രണ്ട് ഇതാണ്. അത് അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ അതിന്റെ കൂടെ വയ്ക്കുക. നല്ല വശം ഒരുമിച്ച് വെക്കുക. അതിന്റെ മുട്ടിച്ച് വെക്കണം ഇവിടെ. മാക്സിമം അടുപ്പിച്ച് വയ്ക്കുക, ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത വിധത്തില്. എന്നിട്ട് നമ്മള് ഈ ലൈനിങ് ഇതിന്റെ ബാക്കിൽ വെക്കുക. അവിടെ ഒരു സൂചി കുത്തിക്കുക. എന്നിട്ട് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് സൂചി എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. നല്ല വശം ഒന്ന് കാണിച്ച്. ഇതിന്റെ നല്ല വശം ഫ്രണ്ട് ഭാഗത്തിന്റെ നല്ല വശം ഇതാണ്. ബാക്ക് ചുരിദാറിന് നമ്മൾ ലൈനിങ് തിരിച്ചിട്ടില്ല, ഫ്രണ്ട് കഴുത്ത് ചെയ്ത മാതിരിയുള്ള ടൈപ്പ് ഈ ഷോൾഡർ തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്ക് കഴുത്ത് ഭംഗിയാക്കുള്ളൂ അല്ലേ? ഇനി അത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കാം എങ്ങനെ അത് ഭംഗിയാവണം എന്നുള്ളത് കേട്ടോ. ചുരിദാറിന്റെ ഷോൾഡർ ഭംഗിയാക്കുമ്പോ ടൈപ്പ് കാണാത്ത ഫ്രണ്ട് ഭാഗത്തിന്റെ നല്ല വശം, ബാക്ക് ഭാഗത്തിന്റെ നല്ല വശം ലൈനിങ് കവർ ചെയ്ത് എന്നിട്ട് അവിടെ ഷോൾഡർ തയ്ക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് കാണില്ല. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഇത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. ഷോൾഡർ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുണ്ടെന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യാം അല്ലേ? വേഗം തിരിച്ചെന്ന് കാണട്ടെ. യെസ്. ഇനിയാണ് നമ്മൾ ബാക്ക് കഴുത്ത് ഭംഗിയാക്കുക. ഫ്രണ്ട് കഴുത്ത് തയ്ച്ച മാതിരി ഒരു തയ്യൽ കഴിഞ്ഞ് ബാക്കിലുണ്ട്. ആ ഷോൾഡറിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ച കണ്ട. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുമാതിരി തയ്ച്ചത്. നന്നായില്ലേ? വെരി ഗുഡ്. ഇനി ആ ബാക്കിലത്തെ കഴുത്ത് ഫ്രണ്ട് തയ്ച്ച മാതിരി ഭംഗിയാക്കുക. ഇനിയാണ് ആ ബാക്ക് കഴുത്ത് ഭംഗിയാക്കുക. ആ ഭംഗിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പിടിപ്പിക്കാം, സൈഡ് സ്റ്റിച്ച് ഇടാം, ചുരിദാർ റെഡിയാക്കാം. ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിങ് പിടിപ്പിക്കുക. ബാക്ക് ലൈനിങ് പിടിപ്പിക്കും. അതിന് ശേഷമാണ് കൈ പിടിപ്പിക്കേണ്ടത്. കൂടുതൽ ലൈനിങ് ഒക്കെ വെട്ടി കഴിഞ്ഞാൽ കൈ പിടിപ്പിക്കും. കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അളവ് നോക്കിയിട്ട് യോജിപ്പിക്കാം. കൈ നമ്മളൊരു 6 ഇഞ്ച് തുണി, 5.5 ഇഞ്ചൊക്കെ മതി. അല്ല 5 ഇഞ്ച് അല്ലേ? 5.5 ഇഞ്ചല്ലേ പറഞ്ഞ? 5 ഇഞ്ച്. അപ്പോൾ തുണി എത്ര ഉണ്ടെന്ന് നോക്കിയാളെന്ന് ഇങ്ങോട്ട് വീതി 6 ഇഞ്ചിൻ്റെ തുണി എടുത്തു. 6 ഇഞ്ച് അത് മതി. 6 എടുത്താലും കുഴപ്പമില്ല. ഇതുമാതിരി ഇപ്പോൾ 2 പീസ് തുണിയുണ്ട്, 2 കൈക്കുള്ള തുണിയുണ്ട്, 4 മടക്ക് തുണിയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കൈ സിമ്പിളാണ് വെട്ടാനായിട്ട്. ആദ്യം ഒരു 3 ഇഞ്ച് വരയ്ക്കും, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്നു. ഇവിടെ നിന്ന് അതുമാതിരി ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് ക്രോസിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എതിരിൽ വരയ്ക്കുന്നു. അതിൻ്റെ അടിഭാഗത്തേക്ക് വരച്ചു. അതെ. ഈ 3 ഇഞ്ചിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് കർവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ആയില്ലേ? വരച്ചോ. അവിടെ ഈ പോയിന്റിലേക്ക് കൊണ്ടു. ഇതിൻ്റെ ദൂരം വന്നിട്ട് ഇത്ര തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒരു 8-9 ഇഞ്ച് ടൈപ്പ് കഴിഞ്ഞിട്ട് 9-9.5 ഇഞ്ച് മതി. ബാക്കിയുള്ളൊക്കെ വെട്ടി കളയാം. അത്രയ്ക്ക് മതി. അത് വേണമെങ്കിൽ വെട്ടി കളഞ്ഞോളൂ. അതെ, അത്രയ്ക്ക് മതി. അങ്ങനെ വരണം. അത് വേണം. വെട്ടി കളഞ്ഞോ? ഇറക്കം വെട്ടി കളഞ്ഞോ? അത് വണ്ണം കൂടുതലുള്ള ആൾക്ക് അത് വേണ്ടി വരും. അപ്പോൾ ഇയാൾക്ക് തയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. വെട്ടിക്കോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫ്രണ്ട് ഭാഗത്തേക്കുള്ള നമ്മളൊരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സൈഡ് സീറ്റ് ശരിയാവണം, ഷോൾഡർ ശരിയാവണം, പിന്നെ നെക്ക് ശരിയാവണം. അതുണ്ടായി കഴിഞ്ഞാൽ ചുരിദാർ നമ്പർ 1. നമ്മൾ ഫ്രണ്ട് ഭാഗം ചുളിവില്ലാണ്ടിരിക്കാൻ വേണ്ടി കുഴിച്ച് വെട്ടണം. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. വെട്ടിക്കോ.
ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ നല്ല വശങ്ങൾ ഇട്ടിട്ട് വെട്ടാം, അല്ലെങ്കിൽ പൊട്ട വശങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെട്ടിൽ 2 കൈക്കും കിട്ടും, അല്ലെങ്കിൽ 2 തനിയെ തന്നെ ചെയ്യേണ്ടി വരും. ഒരു മാർക്ക് ചെയ്തോടെ. അതെ, ഈ മടക്കി തയ്ക്കണം. 2 മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ വെച്ച് കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ കൈ മടക്കി തയ്ച്ചു. ഇനി ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് സെന്ററിലേക്കും കുഴിച്ചു വെട്ടിയത് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ മറച്ചു വെക്കാം. വെച്ച് മടക്കി തയ്ച്ചിട്ട് അതിന്റെ സെന്റർ ഭാഗം ആദ്യം തയ്ച്ച തയ്യൽ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് സൈഡ് സെറ്റ് ചെയ്യുന്നു അല്ലേ. ഇനിയിപ്പോൾ അത് തയ്ക്കണം നേരമില്ല, നമുക്ക് ക്ലോസ് ചെയ്യാറായിട്ട് അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.